ഏതായാലും നന്നായി. ഈനാമ്പേച്ചിക്ക് മരപ്പെട്ടി കൂട്ടെന്ന് പറയുന്ന പോലെ എഴുതാനും വായിക്കാനും അറിഞ്ഞുകൂടാത്ത അണ്ണന് കിട്ടിയത് ഒരു മന്ദകുത്തി ഭാര്യ. കഷ്ടം. ഞാൻ ജോലി ചെയ്തോണ്ടിരിക്കുക, വെറുതെ എന്നെ ശല്യപ്പെടുത്തരുത്. എന്താണ് നിനക്കൊരു ഗൗരവമൊക്കെ? ഞാൻ ഇപ്പൊ അല്പ ഗൗരവക്കാരനാ. അതെന്ന് മുതൽ? അതാണ് എന്റെ കല്യാണം കഴിഞ്ഞ അന്ന് മുതൽ. എന്റെ കല്യാണോ? ദേ, ഒട്ടം കളിക്കൊന്നും വേണ്ട, എല്ലാം ഞാൻ അറിഞ്ഞു. നീ എന്തുവാടേ പറയുന്നത്? മധുവിധമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? 5-8 ദിവസം കൊണ്ട് ചോരയും നീരൊക്കെ പറ്റിയല്ല. ആകെ ഒരു ക്ഷീണം. ഇവൻ എന്തൊക്കെയാ പറയുന്നത്? കല്യാണക്കാരി എന്നോട് പറയാത്തതിൽ എനിക്ക് വിഷമമൊന്നുമില്ല. എന്റെ കല്യാണം വരുമ്പോ ഞാൻ അണ്ണനോട് പറയായിരുന്ന പോലെ. ഇവന്റെ പേര് ലൂസായി തോന്നുന്നു. വെയിലുകൊണ്ടിട്ടായിരിക്കും. പക്ഷേ അല്ലി ടീച്ചറിനോട് ഇങ്ങനെ ചെയ്യാൻ അണ്ണൻ എങ്ങനെ തോന്നി? കല്യാണം കഴിഞ്ഞു എന്നറിഞ്ഞപ്പോ ആ ടീച്ചറിന്റെ വിഷമവും സങ്കടമൊക്കെ ഞാൻ കണ്ടതാ. ഓ, അത് ശരി. അപ്പൊ എന്റെ കല്യാണം കഴിഞ്ഞു എന്നാ ഇവരൊക്കെ കരുതിയിരിക്കുന്നല്ലേ? എങ്ങനെ അങ്ങനെ ഒരു കഥയുണ്ടായി? തൽക്കാലം തിരുത്താൻ പോകണ്ട. അങ്ങനെയെങ്കിലും ടീച്ചർ എന്നെ നകലുമല്ലോ. ടീച്ചറിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടല്ലേ. എന്റെ കല്യാണം കഴിഞ്ഞതിന് ആ ടീച്ചർ എന്തിനാണ് വിഷമിക്കുന്നത്? അല്ല, സദ്യ ഉണ്ണാൻ പറ്റില്ലെന്ന് കരുതിയിട്ടാണോ? അണ്ണാ, മനുഷ്യത്വം വേണോ? മനുഷ്യത്വം. ഓ, അതില്ലാത്തോണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. ഒരു കണക്കിന് തെറ്റെന്റെ ഭാഗത്തുണ്ട്. നിങ്ങളെ തമ്മിൽ അടുപ്പിക്കാൻ ഞാനും കുറെ ചരട് വലിച്ചതാ. ഓ, അത് വേണ്ടിയിരുന്നില്ല എന്ന് ഇപ്പൊ തോന്നുന്നു. പക്ഷെ അണ്ണ ഒന്നോർത്തോ, അല്ലി ടീച്ചറിനോട് ചെയ്ത ഈ ചതി ദൈവം പോലും പൊറുക്കില്ല. അണ്ണൻ അനുഭവിക്കും. വെറുതെ വേഷം കടലോട്ടിറങ്ങി